ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരു ഷോർട്ട് പൊസിഷനാണ് ബജാജ് ഫിനാൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിലാണ് എൻട്രി എടുത്തേക്കുന്നത്. ഓക്കെ, എൻട്രി എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻട്രി എടുത്തത് 55-ലാണ്. ഓക്കെ, അറൗണ്ട് ഈ ലെവലിലാണ് എൻട്രി എടുത്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 7370.30 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ജസ്റ്റ് 15 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. എനിക്ക് ഈ ട്രേഡിൽ ലോസ് വന്നാൽ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ എനിക്ക് വരാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് 15 ഇൻറ്റു എൻ്റെ ക്വാണ്ടിറ്റി 30 ക്വാണ്ടിറ്റിയാണ്. 30 ക്വാണ്ടിറ്റി. അപ്പോൾ എനിക്ക് മാക്സിമം ലോസ് എന്ന് പറയുന്നത് 450 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ട്രേഡ് തിരിച്ചു പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ നമുക്ക് ടാർഗറ്റ് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ 400 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ എൻ്റെ റിസ്ക് ഏതാണ്ട് കവറായി. 1:1 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഇന്നത്തെ ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്ത് 0 ലോസ് ആക്കിയിട്ട് മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്തായാലും ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത്. ആ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഇപ്പോൾ 500 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് റണ്ണിങ്. ലെറ്റ്സ് ഈ ട്രേഡ് മാക്സിമം നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. സോ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. നമുക്ക് ബ്രേക്ക് വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, 55-ലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ ആ 55 തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇപ്പോൾ ഹിറ്റായാൽ എനിക്ക് ലോസ് വലുതായിട്ട് വരാനില്ല. ഓക്കെ, ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഈ ട്രേഡ് അവസാനിച്ചു. നമുക്ക് 3750 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഞാൻ ഇത്രയും നേരം പുറത്തായിരുന്നു. ട്രേഡ് മാക്സിമം റൺ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഈ ഒരു സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് പോയി. അപ്പോൾ എന്തായാലും ഞാൻ എക്സിറ്റ് ആയത്, ഞാൻ അലേർട്ട് വെച്ചിട്ടാണ് എക്സിറ്റ് ആയത്. അതിപ്പോൾ അത് കാണിക്കാം. നമുക്ക് നല്ല റിസ്ക് ഒരുപാട് കിട്ടിയൊരു ട്രേഡാണ്. ഞാൻ എൻട്രി എടുത്തത് 50-ലാണ്, 7350. നമ്മുടെ എക്സിറ്റ് എന്ന് പറയുന്നത് 125 പോയിൻറ്റ്സിൽ ആണ്. ഓക്കെ, ഏതാണ്ട് 125-ന് മേലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സ്റ്റോപ്പ് ലോസ് 15 പോയിൻറ്റ്സ് ആയിരുന്നു. നമുക്ക് 1:8-ന് മേലെ റിസ്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് എക്സിറ്റ് ആയത്, ഇവിടെ ഈ ഒരു ലെവലിൽ എക്സിറ്റ് ആയതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് മിസ്സായത് ജസ്റ്റ് അറൗണ്ട് 20 പോയിൻറ്റ്സ്, 15 to 20 പോയിൻറ്റ്സ് മാത്രമാണ് മിസ്സായത് ഇന്നത്തെ ഡേ ലോ വരെ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺസ്, 1 hour ടൈം ഫ്രെയിമിൽ വിക്കിൻ്റെ കളർ ബ്ലാക്ക് ആക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു നല്ലൊരു പാറ്റേൺ കാണാൻ പറ്റും. ഇതൊരു ഫ്ലാഗ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്, ചാനൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ ചാനലിൻ്റെ ടോപ്പ് സൈഡിലാണ്. അപ്പം നോർമലി പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേൺ വരുവാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ഡൗൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ് കൂടുതൽ. സോ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഡ്യൂ ആണ്. അപ്പോൾ ഇത് റീസൺ നമ്പർ 1 ആണ്. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നേരെ 50 മിനിറ്റ് ടൈം ഫ്രെയിം വരാം. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ഓപ്പണിംഗ് കാണാം. ഇതാണ് ഇന്നത്തെ ഡേ ഓപ്പണിംഗ്. അപ്പോൾ കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു ഹൈ കാണാം. സോ ഇത് ഈക്വൽ ഹൈസ് ആണ്. ഓക്കെ, ഈക്വൽ ഹൈസ് വരാൻ നേരത്ത് ഇതൊരു ഡബിൾ ടോപ്പാണ്. ഈക്വൽ ഹൈസ് വരാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ചാൻസസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവിടെ സെല്ലേഴ്സ് വന്നിട്ട് പ്രൈസ് ഡൗൺ സൈഡിലോട്ട് കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് റീസൺ നമ്പർ 2. റീസൺ നമ്പർ 3 എന്ന് പറയുന്നത് ഞാൻ എൻട്രി ആണ്. ഓക്കെ, അപ്പം ഇത്ര 2 സ്ട്രോങ് വാലിഡ് റീസൺസ് ആയി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നല്ലൊരു എൻട്രി മാത്രം മതി. അപ്പോൾ എൻട്രി എടുത്തത് ഞാൻ 9:40 ശേഷമാണ്. നോർമലി ഞാൻ എൻട്രി എടുക്കുന്നത് 9:40 ശേഷമാണ്. അതുപോലെ തന്നെ ഇന്നും 9:40 ശേഷമാണ് എൻട്രി എടുത്തത്. ഇപ്പോൾ എൻട്രി എടുക്കാനുള്ള റീസൺസ് ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. സോ ഈ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ നമുക്ക്
ഒരു പണി എന്ന് പറയുന്നത് എൻട്രി മാത്രമാണ്. അപ്പോൾ എൻട്രി ടൈം ചെയ്യുക. അപ്പോൾ എൻട്രി ടൈം ചെയ്യാൻ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് റീട്രേസ്മെൻറ്റിൽ നിന്ന് പിന്നെ ഒരു ഫോൾ വന്നപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. എൻട്രി എടുത്തത് 7355 ഓക്കെ, 7355 എൻ്റെ എൻട്രി. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മേലെയായിരുന്നു. ജസ്റ്റ് 15 പോയിൻറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. ഈ ഒരു ക്യാൻഡലിൻ്റെ മേലെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എൻ്റെ ടാർഗറ്റ്, എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്യാപ്പായിരുന്നു. സോ ഈ ഒരു ഗ്യാപ്പിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് ഞാൻ ബാക്കി ടാർഗറ്റ് മൂവ് ചെയ്യുമെന്ന് ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞത്. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രെയിൽ ചെയ്ത് 0 ആക്കി. അതായത് എൻ്റെ എൻട്രി തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ആക്കി. ഓക്കെ, അപ്പം അതിനുശേഷം നോക്കുക, നമ്മുടെ ആ ഒരു എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു. എൻട്രി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു പ്രൈസ് എൻട്രിയുടെ അടുത്തോട്ടേ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ റിയാക്ഷൻ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫോള് വന്നിട്ട് ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടന്നു. പക്ഷേ ഇതൊരു സ്ട്രോങ് ബൗൺസ് ബാക്ക് അല്ല. ഇവിടുത്തെ ഇവിടുത്തെ വോളിയം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലെ വോളിയം നോക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു റീട്രേസ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ നിഫ്റ്റിയും നല്ല വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്തു. എൻ്റെ ട്രേഡ് ഞാൻ മാക്സിമം റൺ ചെയ്യിപ്പിച്ചു. അപ്പം അടിപൊളി ഫോളാണ് വന്നത്. പെട്ടെന്ന് തന്നെ നല്ല ഫോൾ വന്നു. ഫോൾ വന്നിട്ട് ഞാൻ എക്സിറ്റ് ആയത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഇവിടെ ഒരു ലെവലുണ്ട്. ഇതൊരു സപ്പോർട്ടാണ്. 15 മിനിറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഒരു നല്ല സപ്പോർട്ട് ലെവലുണ്ട്. ആ ഒരു ലെവലിലാണ് ഞാൻ എക്സിറ്റ് ആയത്. ഓക്കെ, ഈ ഒരു പ്രൈസ് 125. സോ ഈ ഒരു ലെവലെത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് ആയി. ആ ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറിപ്പോയി. സോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇന്ന് നടന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് എക്സിറ്റ് ആയെന്ന് വെച്ചാൽ ഇന്ന് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ നോർമലി നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇങ്ങനെ നടക്കും. നിഫ്റ്റി ആദ്യം ഒരു മൂവ്മെൻറ്റ് തരും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് കയറിപ്പോകും. കൂടുതൽ തേഴ്സ്ഡേയ്സും എക്സ്പയറി ഡേയ്സും നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിലും ഏതാണ്ട് സെയിം ആയിരിക്കും. സോ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിം ഇന്നത്തെ അതേ മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരു നല്ലൊരു ഫോളോ വന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കറക്റ്റ് 12 മണിക്ക് ശേഷം പിന്നെ ഒരു റിക്കവറി ആയിരുന്നു. അതുപോലെ തന്നെ ബജാജ് നടന്നത്, ഒരു ഫോള് പിന്നെ റിക്കവറി. ഓക്കെ, അപ്പോൾ പൊതുവേ തേഴ്സ്ഡേയ്സ് ഇങ്ങനെയാണ് നടക്കാറ്. സോ അത് ജസ്റ്റ് ഒരു ഒബ്സർവേഷനാണ് എന്ന് വെച്ച് ഇപ്പം കമൻറ്റ് ഒന്ന് പറയരുത്. അങ്ങനെയല്ല, തേഴ്സ്ഡേയ്സ് ഒന്നും അങ്ങനെയൊന്നും അല്ല, അങ്ങനെ റൂളൊന്നും ഇല്ലാന്ന്. അങ്ങനെ റൂളൊന്നും ഇല്ല. പക്ഷേ നോർമലി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പ്രതിഭാസമാണ്. സോ അത് വെച്ചിട്ട് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് വെച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ആയത്. തേഴ്സ്ഡേ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തേനെ, മാക്സിമം റൺ ചെയ്യിപ്പിച്ചേനെ. ആയതുകൊണ്ടാണ് ഞാനിവിടെ എക്സിറ്റ് ആയത്. സോ നോർമലി ഇങ്ങനത്തെ ഒരു പാറ്റേൺ പറയുന്നത് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോഴേ എനിക്ക് നല്ല റിസ്ക് റിവാർഡായി, നല്ലൊരു പ്രോഫിറ്റുമായി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ എക്സിറ്റ് ആയത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ആഴ്ചയുടെ ആദ്യത്തെ വീഡിയോ ആണ്. കുറച്ച് ടൈം കൺസ്ട്രെയിൻസ് ആണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പം 8 മണിയായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.